വെൽക്കം ടു എസാപ്പ്. LPUP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എസാപ്പ് ഒരുക്കുന്ന സൈക്കോളജി സീരീസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പലരും സൈക്കോളജി പഠിക്കുന്നത് പുസ്തകം തുറന്നുകൊണ്ടാണ്, മനഃപ്പാഠമാക്കിയൊക്കെയാണ് എല്ലാവരും സൈക്കോളജി പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നത്. പക്ഷേ സൈക്കോളജി പഠിക്കേണ്ടത് മനസ്സ് തുറന്നാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരാകാൻ പോകുന്ന നിങ്ങൾ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ആ കുട്ടി, ഓരോ കുട്ടിയും ഡിഫറൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടി ഓരോ കുട്ടികളെ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയൊക്കെ അവരുടെ സ്വഭാവം രൂപപ്പെടുന്നു, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് മനഃശാസ്ത്രത്തിലൂടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ ഒരു നല്ല അധ്യാപകൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നെല്ലാം പഠിക്കുന്നത് നമ്മൾ ഈ മനഃശാസ്ത്രത്തിലൂടെ തന്നെയാണ്. എൻ്റെ പേര് സൗമ്യ. ഞാൻ നിങ്ങളുടെ സൈക്കോളജി LPUP സൈക്കോളജി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോന്നും വിശകലനം ചെയ്യുകയും അത് PYQs ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നതുമാണ്. 2027 നടക്കാൻ പോകുന്ന LPUP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസാണ്. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ സിലബസാണ്. നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു വിശദമായ രൂപം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിനി സിലബസാണ് പരിചയപ്പെടാൻ പോകുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിലെ ആദ്യത്തെ ടോപ്പിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിലബസിലെ ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ കോർ കണ്ടൻറ്റുകളെല്ലാം തന്നെ, ഒരു ബേസ് എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൽ വരുന്നത്. അത് നമുക്കറിയാം, പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എല്ലാം തന്നെയാണ് ആ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് ടു ലേണിംഗ് എന്നുള്ളതാണ്. അതുപോലെ ഡിഫറെൻറ്റ് ലോസ് ഓഫ് ലേണിംഗ്, പലതരത്തിലുള്ള ലോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, തിയറീസ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ തിയറീസ്, ലേണിംഗ് തിയറീസ്, ലോസ്, ഇതെല്ലാം കൂടിയാണ് ക്ലാസ് റൂമിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുന്നത് ഈ തിയറീസാണ്. നിങ്ങൾക്കറിയാം, ഈ ഓരോ തിയറീസും വെറുതെ പഠിക്കുന്നതല്ല, ഈ തിയറീസ് കൊണ്ടൊക്കെ തന്നെയാണ് ഒരു ക്ലാസ് റൂമിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും അതിൽ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ഈ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകാം, നിങ്ങളുടെ BEd ക്ലാസ്സുകൾ അല്ലെങ്കിൽ DED ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ ലോസ് തിയറീസൊക്കെ. അപ്പോൾ നിങ്ങൾ പൂച്ചയെയും പട്ടിയെയും ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, പ്രാവിനെയും ഒക്കെ വെച്ച് ഓരോരുത്തരായിട്ട് പരീക്ഷണം നടത്തിയിരുന്നു. അതിൽ പാവ്ലോ ഉണ്ട്, തോണ്ടൈക്ക് ഉണ്ട്, സ്കിന്നർ അപ്പോൾ പ്രാവിലും എലിയിലും ഒക്കെയാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ, പിന്നെ മനുഷ്യരിൽ പരീക്ഷണം നടത്തിയതുണ്ട്. സോഷ്യൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബന്ദുരയുടെ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തിയറീസാണ്. ഓരോ കുട്ടിയും എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന തിയറികളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളതാണ് ഇത് പഠനത്തെക്കുറിച്ചിട്ടുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ മുൻപ് പഠിച്ചു പോയിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അത് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെല്ലാത്തിനെയും നമുക്ക് ഇംഗ്ലീഷിലെ ടേംസ് കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അടുത്തതായിട്ട് വരുന്നത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും. ഓരോ മനഃശാസ്ത്രജ്ഞരെയും നമുക്കറിയാം, ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. എത്ര വൈഡായിട്ടുള്ളൊരു ഏരിയയാണെന്ന് നമുക്കറിയാം. മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ അതിൽ ഘടനാവാദത്തിൽ തുടങ്ങി. ഘടനാവാദം എന്ന് പറയുമ്പോൾ എന്താണ്? ഘടനാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറലിസം. അതുപോലെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഈ പേരൊന്നും കേട്ട് ആരും ഭയക്കണ്ട. ആദ്യമായിട്ടൊരു LPUP പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദമൊന്നും വഴങ്ങുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേംസ് നമുക്ക് പറയാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പഠിക്കുക. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൂടാതെ അതിന് മുന്നായിട്ട് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. പിയാഷെ, ബ്രൂണറൊക്കെയാണ് അവരുടെ ഈ ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണെങ്കിൽ വൈഗോട്സ്കിയാണ്. അദ്ദേഹത്തിൻ്റെ തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അറിവ് നിർമ്മാണം നടക്കുന്നത് അല്ലേ, കുട്ടികൾ സ്വയമാണ് അറിവ് നിർമ്മിക്കുന്നത്, ഇതൊക്കെയാണ് ആ തിയറിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറീസൊക്കെയാണ് ഈ ഒരു
മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഹ്ലർ, ഇൻസൈറ്റ് ലേണിംഗ്, അതുപോലെ ഓസുബലിൻ്റെ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, അർത്ഥവത്തായ പഠനം, ഇങ്ങനെ കുറേ തിയറീസ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റുകളെ പഠിക്കണം, അവരുടെ തിയറീസ് പഠിക്കണം. ആ തിയറീസ് പഠിച്ചാൽ മാത്രം പോരാ, അത് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൽ എന്ത് ചോദ്യങ്ങളുണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് നേരിടാനായിട്ട് ആവണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളുമാണ്. നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസ ദർശനങ്ങൾ അല്ലെങ്കിൽ ചിന്തകർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സൈക്കോളജിയിലല്ല ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതും വിദ്യാഭ്യാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഓരോ ദാർശനികരുടെയും ചിന്തകൾ അല്ലെങ്കിൽ ദർശനങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്നുള്ള ഭാഗം എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലാണ് പഠിക്കുന്നത് നമ്മൾ. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഫിലോസഫി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. അടുത്തതാണ് നമ്മൾ പറഞ്ഞു വെച്ച പോലെ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ. അത് ഡിഫറൻ്റ് ആയിട്ട് ഓരോ പരീക്ഷണങ്ങളും എങ്ങനെയാണ്, പസിൽ ബോക്സ് എക്സ്പെരിമെൻറ്റ്, ഓരോ എക്സ്പെരിമെൻറ്റുകളും എങ്ങനെയാണ് എന്നുള്ളത് അതിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇപ്പോൾ കോഹ്ലറുടെ അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എങ്ങനെയാണ്, സുൽത്താൻ ചിമ്പാൻസിയിൽ എങ്ങനെയാണ് ആ ഒരു പഠനം, ഒരു ഇൻസൈറ്റ് വന്നത് എങ്ങനെയാണ്, അല്ലേ? ബനാന വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾക്കറിയാം ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൽ എന്ത് പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്, സലൈവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അല്ലേ? ബിഫോർ കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന കുറേ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്നുകൂടെ റീകളക്ട് ചെയ്യും എന്നുള്ളതാണ്. അത് മലയാളം ടേംസ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ അത് നമ്മൾക്ക് ഈസി ആക്കിയിട്ട് കോഡുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് ബുദ്ധി, ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഹോവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതുകൂടാതെ തേഴ്സ്റ്റൺ 2 ഫാക്ടർ തിയറി, അങ്ങനെ പോകുന്ന, അതുപോലെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്ക് IQ ഉണ്ട്, EQ ഉണ്ട്, അല്ലേ? അപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് IQ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്കല്ല എപ്പോഴും ഈ IQ-വിനേക്കാളും മുന്നിൽ നിൽക്കുന്നത് EQ ആണ്. കാരണം ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാൾക്കാണ് വൈകാരിക ബുദ്ധി എന്നാണ്, വൈകാരിക ബുദ്ധിയുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്കാണ് ശരിക്കും നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അത് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ആ സിറ്റുവേഷൻസിനെ എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് വൈകാരിക ബുദ്ധി, IQ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം IQ = MA/CA/100, അല്ലേ? നമ്മളുടെ ബുദ്ധി എങ്ങനെ, ബുദ്ധിമാപനം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ബുദ്ധി എന്ന് പറയുന്ന അതിൽ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 8-9ഓളം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മളുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ പല ചോദ്യങ്ങളും വരാറുണ്ട്, അല്ലേ? ചിത്രം വരയ്ക്കാൻ അറിയുന്ന കുട്ടിയുടെ ഇൻ്റലിജൻസ് ഏതാണ്, അത് പല രീതിയിലാണ് ചോദിക്കാറുള്ളത്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന കുട്ടി ചെയ്താൽ ആ കുട്ടിക്ക് ഏത് ബുദ്ധിയാണ്, അല്ലേ? നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപഴകാനും കഴിവുള്ള കുട്ടിക്ക് എന്ത് ഇൻ്റലിജൻസ് ആണുള്ളത്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ, അതുപോലെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ചോദ്യം ഉറപ്പായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഡെഫിനിഷൻ ആദ്യം ഓർമ്മ വരും, ആൽപോർട്ട് മാത്രമല്ല, ഇതിൽ റെയ്മൻ കാറ്റിൽ, കാൾ ജങ്, ഇങ്ങനെ തുടങ്ങുന്ന കുറേ പേരുകൾ ഇതിൽ പുതിയതായിട്ട് കടന്നു വരും. അപ്പോൾ അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, നമുക്കത് വിശദമായിട്ട് പഠിക്കാം. അതുപോലെ വ്യക്തിത്വ മാപനികൾ, ഈ വ്യക്തിത്വ മാപനികൾ, പേഴ്സണാലിറ്റി ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്, റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, പിന്നെ ഫ്രോയിഡിൻ്റെ തിയറീസ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് തുടങ്ങുന്ന കൺസെപ്റ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം. അടുത്ത ടോപ്പിക്ക് വികാസ തലങ്ങൾ
വികാസ തത്വങ്ങൾ ഇതാണ്. അപ്പോൾ വികാസ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്, ഡെവലപ്മെൻ്റൽ തിയറീസ് ഇതെല്ലാമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ കുട്ടിയെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അവരുടെ ഓരോ സ്റ്റേജിലും, അവരുടെ ശൈശവം, അവരുടെ ബാല്യത്തിൽ, ശൈശവത്തിൽ, ഇപ്പോൾ ഓരോ കാര്യങ്ങളും, അതുപോലെ അതിബാല്യം, കൗമാരം, അന്ത്യബാല്യം, ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇവരുടെ സ്റ്റേജ് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു. നമുക്കറിയാം ഒരു കുട്ടി തല മുതൽ പാദം വരെയാണ് അവൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പരിചയമല്ലാത്ത കുറച്ച് ടേംസുകളൊക്കെ കയറി വരും. സെഫാലോകോഡൽ, പ്രോക്സിമോ ഡിസ്റ്റൽ എന്നൊക്കെ തുടങ്ങുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് പഠിക്കാനാവും. പിന്നെ വികാസ തത്വങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരു ഓർഡർലി പ്രോസസ്സാണ്. കറക്റ്റ് ഒരു സീക്വൻസ് ഫോളോ ചെയ്തുകൊണ്ടൊരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ അത് വർദ്ധിച്ച് വരുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സാമൂഹിക വികാസം സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാൻമാർഗിക വികാസം മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലാണ് വരുന്നത് അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പിയാഷെയാണ്. പിയാഷെ നമ്മുടെ സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പിയാഷെ എന്ന് പറയുന്നത്. പിയാഷെയുടെ ചോദ്യങ്ങളില്ലാതെ ഒരു എക്സാമും കടന്നു പോകാറില്ല അല്ലേ? അപ്പോൾ പിയാഷെയുടെ തിയറി പഠിക്കുമ്പോൾ ആ പിയാഷെയുടെ തിയറിയിൽ ഓരോരുത്തരുടെയും തിയറിയിൽ അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ പിയാഷെയുടെ തിയറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പിയാഷെയുടെ തിയറി അറിയപ്പെടുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. അതിൻ്റെയൊക്കെ മലയാളം ടേംസ് നമ്മൾ പഠിക്കും. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ വരുന്നുണ്ട്. അസിമിലേഷൻ, അക്കോമഡേഷൻ, അതിലും ഇമ്പോർട്ടൻ്റ് ആണ് സ്കീമ എന്നൊക്കെ പറയുന്ന ആ ടേംസുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ സെൻസറി മോട്ടോ സ്റ്റേജ്, ഇന്ദ്രിയ ചാലകഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാരഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാരഘട്ടം, അത് കഴിഞ്ഞ് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാരഘട്ടം, ഇങ്ങനെ തുടങ്ങുന്ന തിയറീസ് നമുക്ക് ചർച്ച ചെയ്യണം. അതുമാത്രമല്ല സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ അറിവ് നിർമ്മിക്കുന്നത് അല്ലേ കുട്ടി സ്വയം തന്നെയാണ്. ആ കുട്ടിയുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോട്സ്കിയുടെ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറി അറിയപ്പെടുന്നത്. ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് സ്പൈറൽ കരിക്കുലത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. പിന്നീട് സാൻമാർഗിക വികാസമാണ്. മോറൽ ഡെവലപ്മെൻറ്റിൽ കോൾബർഗിൻ്റെ സാൻമാർഗിക ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് പാരമ്പര്യവും പര്യാവരണവും എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൺസ്യൂം ചെയ്ത് കഴിയുന്ന ആ സമയം ഫ്രം കൺസംഷൻ ടു നമ്മളുടെ ഡെത്ത് എന്നൊക്കെ പറയാം. ആ ഒരു ടൈം പീരീഡ് വരെ പോകുന്ന കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, ഇടയ്ക്ക് വെച്ച് നിൽക്കുന്ന ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ആ കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ, അമ്മയുടെ ഉദരത്തിനുള്ളിലായിരിക്കുന്ന സമയം മുതൽ കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പാരമ്പര്യം, ക്രോമോസോംസ് ഏതൊക്കെയാണ് കുട്ടിയുടെ ആ ജീനെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്, മെൻ്റലിൻ്റെ തിയറികൾ നമുക്ക് പഠിക്കേണ്ടി വരും. അങ്ങനെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട്, കുട്ടി ആദ്യം ഫാമിലിയിൽ നിന്ന് തുടങ്ങി കുട്ടി സമൂഹത്തിലേക്ക് വരും അല്ലെ, ക്ലാസ് റൂം, പിയർ ഗ്രൂപ്പ്, അങ്ങനെ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന കുട്ടിയുടെ സമൂഹം, അല്ലെങ്കിൽ കുട്ടി ജീവിക്കുന്ന പരിതസ്ഥിതി, അതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു കുട്ടിയെ വാട്സൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ അല്ലേ, എനിക്ക് 1000 കുട്ടികളെ തന്നാൽ ഞാൻ അവനെ എൻജിനീയറാക്കാം, ടീച്ചറാക്കാം, ഓരോ രീതിയിലുള്ളവരെ ഓരോ ആർട്ടിസ്റ്റാക്കാം, അതുപോലെ ലാസ്റ്റ് പറയാം ഒരു ക്രിമിനൽ വേണമെങ്കിലാക്കാം. കാരണം എങ്ങനെയാണ് ആ കുട്ടിക്ക് കൊടുക്കുന്ന പരിതസ്ഥിതിയാണ് ആ കുട്ടിയെ ഏത് രീതിയിലാക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അഭിക്ഷമതാ പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ഏത് അഭിരുചിയാണ് ആ കുട്ടിക്കുള്ളത് എന്നുള്ള ടെസ്റ്റുകളെക്കുറിച്ചും ഒക്കെ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നീട് വരുന്ന മേഖലയാണ് അഭിപ്രേരണ. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ. കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാതെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ഇത് ഓരോ തിയറികളും പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കാതെ ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത്, ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഈ തിയറി എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആ ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ്. ഒരു എക്സാമിനർ ഒരു ചോദ്യം ഇടുമ്പോൾ ആ ചോദ്യകർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ആൻസർ നമുക്ക് കിട്ടണം, അല്ലേ? നമ്മൾ എപ്പോഴും ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സൈക്കോളജി ബേസ്ഡിലായിരിക്കും അത് വരിക. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അതിന് ആൻസർ കൊടുക്കേണ്ടത് നമ്മുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടല്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ്. കുട്ടി എങ്ങനെയാവാം ആ ക്ലാസ് റൂമിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അഭിപ്രേരണ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ളവരുണ്ടാകും, അല്ലെ? ആന്തരിക അഭിപ്രേരണ. അതുപോലെ ബാഹ്യ അഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. പുറത്തുനിന്ന് മോട്ടിവേഷൻ കിട്ടിയാൽ, അല്ലേ, ടീച്ചറുടെ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ ഒന്ന് തോളത്ത് തട്ടി കുട്ടിയെ ഒന്ന് നന്നായിട്ടുണ്ട് നീ ചെയ്തത്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാം. നമുക്ക് പല രീതിയിലുള്ള മോട്ടിവേഷൻസിലൂടെ നമുക്ക് ആ കുട്ടിയിലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മോട്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇനി അടുത്തതാണ് സമായോജന തന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം. കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച്. കുട്ടികൾ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും ഒക്കെ ഡെയിലി ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഈ തന്ത്രങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി അതിൽ നിന്ന് നമുക്കൊരു സമാധാനം, ഒരു ആശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസംസ് അപ്ലൈ ചെയ്യാറുള്ളത്. നമുക്കറിയാം, അതിൻ്റെ എക്സാമ്പിൾസായിട്ട് യുക്തീകരണം, റാഷണലൈസേഷൻ. നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണത്, റാഷണലൈസേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് റാഷണലൈസേഷൻ നടത്തും. നമുക്ക് ഒരു കാര്യം, നിങ്ങൾ LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക്, അല്ലേ, അത് ആദ്യകാർത്തിക്ക് അത് കിട്ടിയില്ല എന്ന് കരുതുക. അപ്പോൾ കിട്ടിയില്ല എന്ന് കരുതുമ്പോൾ അത് കിട്ടാതിരുന്നത് നന്നായി, അല്ലേ, അത് കിട്ടിയെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായേനെ എന്നുള്ളത്, അങ്ങനെ രീതിയിൽ ആശ്വസിക്കും. പിന്നെ എന്താണ്, അത് കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ പറയാവുന്നത്, ഇപ്പോൾ KS പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അത് കിട്ടിയില്ല എങ്കിൽ പറയുന്ന ചിലപ്പോൾ ഒരു എക്സ്ക്യൂസ് ആയിരിക്കാം, അല്ലേ, ആ ജോലി കുറച്ച് റെസ്പോൺസിബിൾ ആണ്, അതുകൊണ്ട് എനിക്ക് ഈ LDC ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, കൂടുതൽ ഉത്തരവാദിത്തങ്ങളാകുമ്പോൾ വീട്ടിൽ വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസുകൾ നിങ്ങളും പറയാറുണ്ട്, നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് സോട്ട് ഗ്രേപ്പിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോട്ട് ഗ്രേപ്പിസം, പുളിമുന്തിരി കേട്ടിട്ടുണ്ടാവും. ഈ സോപ്പ് കഥകളിൽ നിന്നാണ് ഈ ഒരു സോട്ട് ഗ്രേപ്പിസം എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നിട്ടുള്ളത്. കുറുക്കൻ മുന്തിരി തേടി നടക്കുമ്പോൾ അത് കിട്ടാതെ ആവുമ്പോൾ കുറുക്കൻ പറയുന്ന എക്സ്ക്യൂസാണ് സോട്ട് ഗ്രേപ്പിസമായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, പുളിമുന്തിരി. അതുപോലെ മധുര നാരങ്ങയാണ് സ്വീറ്റ് ലെമണിസം. അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ KS എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ജസ്റ്റിഫിക്കേഷൻസിലൂടെ നമുക്ക് പറ്റിയ ആ തെറ്റ് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആ കുറവ്, ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട്, നമ്മളതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൽ കുറേയും വരുന്നുണ്ട്. ദമനം, റിപ്രഷൻ. സിഗ്മണ്ട് ഫ്രോയിഡും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡും കൂടിയാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസ് കൂടുതലായിട്ടും വികസിപ്പിച്ചിട്ടുള്ളത്. അന്ന ഫ്രോയിഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകള്. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ദമനം എന്ന് പറയുന്ന റിപ്രഷനാണ്. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വേദനാജനകമായിട്ടുള്ള ചിന്തകൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അടിച്ചമർത്തുന്നതിനെയാണ് റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ വരുന്ന റിഗ്രഷൻ ഉണ്ട്, ഡീനിയൽ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാളം ടേംസ് പഠിക്കണം. പിന്നെന്താണ്, ഇതെല്ലാം തന്നെ നമ്മൾ എക്സാമ്പിൾസിലൂടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഡെയിലി ലൈഫ് എക്സാമ്പിൾസും അതുപോലെ ക്ലാസ് റൂം എക്സാമ്പിൾസും ഇതുകൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പഠിക്കുമ്പോൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉദാത്തീകരണം എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, ഇതെല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവും. ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്കത് എന്ത് ചെയ്യാം, അതും നമുക്ക് വിശദമായി പഠിക്കണം. അടുത്തതാണ് മനഃശാസ്ത്ര ഗവേഷണ രീതികൾ. മനഃശാസ്ത്രത്തിൽ ഒരുപാട് ഗവേഷണ രീതികളുണ്ട്, ഉപാധികളുണ്ട്. ഓരോ ടെസ്റ്റുകളും
മനസ്സറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന ടെസ്റ്റുകൾ ചെയ്താൽ എങ്ങനെയായിരിക്കും, നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുള്ളതും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം ഈ ടെസ്റ്റുകൾ. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും അതുപോലെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഈ രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതികൾ, ഗവേഷണ രീതി അപ്രോച്ച് ചെയ്യാറുണ്ട്, എക്സ്പെരിമെൻ്റൽ പരീക്ഷണ രീതി, ഒബ്സർവേഷൻ രീതി, നിരീക്ഷണ രീതി, അതുപോലെ ഇൻ്റർവ്യൂ, ഇങ്ങനത്തെ പല പല മെത്തേഡിലൂടെ നമുക്ക് കുട്ടിയെ മനസ്സിലാക്കാം. ഇതെല്ലാം സൈക്കോളജിയിൽ നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്നതാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. ഒഴിവാക്കാൻ പറ്റില്ല, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 2025 NCFന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള KCF. അതുകൂടാതെ 2013, 2023 KCF. ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. കാരണം ഈ ഒരു നമ്മളുടെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് തന്നെ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ്, ഒരുപാട് ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ഈ KCFൽ എന്തൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? കോപ്പറേറ്റീവ് ലേണിങ്ങിനാണോ, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അതുപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കൂടാതെ നമ്മുടെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ച്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഫോളോ ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ് മുറികളിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഡെമോക്രാറ്റിക് രീതികളിൽ പോകുന്ന കുട്ടിക്ക് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും ക്രിട്ടിക്കൽ പെഡഗോജി അപ്ലൈ ചെയ്തുകൊണ്ട് വിമർശനാത്മകമായി ചിന്തിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും സ്വന്തമായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ക്ലാസ് മുറികൾ അറിയണമെങ്കിൽ നമ്മൾ KCF നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മാർക്കിൻ്റെയോ എത്ര മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ചോദിക്കുന്നതായിരിക്കും. അടുത്തതാണ് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ ഈ KCFനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു പഠന പ്രക്രിയ എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരാം. കൊളാബറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനത്തിന് നല്ല പ്രാധാന്യമുണ്ട്, കോപ്പറേറ്റീവ് ലേണിംഗിന് പ്രാധാന്യമുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടെയിലേർഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയാം. അത് വളരെയധികം ഊന്നൽ നൽകുന്നൊരു മേഖലയാണ് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ KCFലൊക്കെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ കുട്ടികളും, നോ ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്, ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. ആ ഓരോ കുട്ടികൾക്കും യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ ടെയിലേർഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ പഠിക്കേണ്ടതുണ്ട്. ടെയിലേർഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ടെയിലേർഡ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ടൈലറെ ഒന്ന് ഓർത്ത് നോക്കിയേ. ടൈലർ എന്ന് പറയുമ്പോൾ നമ്മുടെ അളവ് അല്ലേ, കറക്റ്റ് ആവശ്യത്തിനുള്ള അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ടൈലർ. ടൈലേർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ ഒരു കുട്ടിയുടെ ആവശ്യം എന്താണോ, ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണോ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഓരോരുത്തരും. അപ്പോൾ അവർക്ക് എന്താണ് ലേണിംഗ് കിട്ടേണ്ടതും പല രീതിയിലാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മാനിച്ചുകൊണ്ട് വേണം ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ലേണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക സാധ്യതകൾ. അത് നിങ്ങളുടെ DEDL ടെസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഠന ടീച്ചിങ് മെത്തേഡ്സ്. അതുപോലെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എത്രമാത്രം നമ്മളുടെ എഡ്യൂക്കേഷനിൽ, ഇപ്പോൾ നമുക്കറിയാം കൈറ്റ് വിക്ടേഴ്സ് ചാനൽ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ പോർഷൻസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് വരുന്നത് പഠന വൈകല്യമാണ്. പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാറ്റഗറി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്കാണ് അത് വരുന്നത്. ഈ പഠന വൈകല്യമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ഒരു എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ്, ഒരു സ്കൂളിൽ കൈകാര്യം ചെയ്യുമ്പോൾ പഠനത്തിൽ ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അത് ലേണിംഗ് ഡിസബിലിറ്റി റീഡിങ്ങിലാവാം, റൈറ്റിങ്ങിലാവാം. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നമുക്കതിൽ വൈകല്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ടേംസാണ് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, അതുപോലെ പ്രാക്സിയ. അപ്പോൾ എഴുതാനുള്ള വൈകല്യമുണ്ട്, വായിക്കാനുള്ള വൈകല്യമുണ്ട്, പേശികൾ ചലിപ്പിക്കാനുള്ള വൈകല്യമുണ്ട്. അതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ പഠന വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം. CWSN എന്നാണ് ഈ കാറ്റഗറി പറയുന്നത്.
ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ നീഡ്സുകൾ ഉണ്ടാകാം, അവർക്ക് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ ആ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കാതെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന CWSN ഒക്കെ തന്നെ എങ്ങനെയാണ് സാധാരണ ഒരു സ്കൂളിൽ, നമ്മളുടെ അടുത്തുള്ള ഒരു സാധാരണ ഒരു സ്കൂളിൽ പൊതുവിദ്യാലയത്തിൽ പഠിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ സ്പെഷ്യൽ സ്കൂളിൽ പോയി പഠിച്ചാൽ അവർ വരുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സൊസൈറ്റിയാണ്. പക്ഷേ അവരെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ആ സ്പെഷ്യൽ കാറ്റഗറിയിൽ മാത്രം ഉൾപ്പെടുന്ന കുട്ടികളോട് ഉള്ളിൽ പെരുമാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു CWSN അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ളത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാണ് അതിനെ പറയുന്നത്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ, അപ്പോൾ തൊട്ടടുത്തിരുന്ന കുട്ടിയായിരിക്കാം ചിലപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇന്ന് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നീട് അടുത്ത ടോപ്പിക്ക് കുട്ടിയും അറിവ് നിർമ്മാണവുമാണ്. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കുട്ടി അറിവ് നിർമ്മിക്കുന്നത്, ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടി സ്വയമാണ് അറിവ് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ലാസ്റ്റ് എത്തി നിൽക്കുകയാണ്. കുട്ടി എവിടെ നിന്നാണ്? കുട്ടി സ്വയം പഠിക്കുകയാണ്. കുട്ടി ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നുമൊക്കെ തന്നെ അറിവ് സ്വയം നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു തിയറിക്ക് അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് എഡ്യൂക്കേഷനിൽ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പഠന രീതികളാണ്. മെത്തേഡ്സ് ഓഫ് ലേണിംഗ്. മെത്തേഡ്സ് ഓഫ് ലേണിങ്ങിൽ പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് റൂമിൽ, അല്ലേ, ക്ലാസ് റൂം എടുക്കുമ്പോൾ തന്നെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ പല രീതികൾ അപ്ലൈ ചെയ്യാം. ഒരു രീതി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ലെക്ചർ മെത്തേഡൊന്നും ഇന്നത്തെ ക്ലാസ് റൂമിൽ ഇല്ല. ലെക്ചർ മെത്തേഡിൽ നിന്ന് മാറി ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് വന്നു. അത് കഴിഞ്ഞ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, അങ്ങനെ പോകുന്ന ഒരുപാട് മെത്തേഡുകൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെത്തേഡിലോട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല മെത്തേഡുകൾ അതിൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ്. SSA, DPP, RMS ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പ്രൊജക്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്തത് കേരള പാഠ്യപദ്ധതി സമീപന രേഖയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രെയിം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ വരുന്നത്, CCE, അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെ ശരിക്കും ഒരു പാഠ്യപദ്ധതിയുമായിട്ടുള്ളൊരു രേഖയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനമാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ, അതെല്ലാം നമ്മളത് പഠിക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നീട് വരുന്ന ടോപ്പിക്കുകളാണ് വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. അപ്പോൾ ഈ ഏജൻസികൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒക്കെയുള്ള കമ്മീഷനുകൾ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സ്വാതന്ത്ര്യത്തിന് മുന്നുള്ളതും ശേഷമുള്ളതൊക്കെ. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് തുടങ്ങി മുതലിയാർ കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, എങ്ങനെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് അതിൻ്റെ ഇയറൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ സീരീസിൽ. ഈ ഒരു സിലബസ് ഡിസ്കഷൻ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ്സുകൾക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ സൈക്കോളജി മാസ്റ്റർ സീരീസ് ഫോളോ ചെയ്യുന്നവർക്കായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതാണ് ചോദ്യം. നിങ്ങളെല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പഠനത്തെ സംബന്ധിച്ച് പാവലോ ആവിഷ്കരിച്ച സിദ്ധാന്തം ഏത്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പഠനത്തെ സംബന്ധിച്ച് ഇവാൻ പാവലോ ഇല്ലേ, പാവലോ ആവിഷ്കരിച്ച സിദ്ധാന്തം, തിയറി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: ശ്രമപരാജയ സിദ്ധാന്തം, സന്നദ്ധതാ സിദ്ധാന്തം, ക്രിയാപ്രസ്തുത അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ സ്പെഷ്യൽ കോഡും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു ചോദ്യവുമായിട്ട് ഉത്തരമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡ് ഉൾപ്പെടെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.